ഈ ഒരു കാഴ്ച നമ്മൾ കഥകളിൽ കണ്ടതാണല്ലോ. പക്ഷെ അന്നവിടെ റക്കൂണിന് പകരം കുരങ്ങനായിരുന്നു. അത്തിമരത്തിൽ താമസിച്ചിരുന്ന കുരങ്ങൻ എന്നും ചീങ്കണ്ണിക്ക് അത്തിപ്പഴങ്ങൾ നൽകും. അങ്ങനെ അതിന്റെ മധുരം തന്റെ പൊണ്ടാട്ടിയോട് പറഞ്ഞപ്പോൾ പൊണ്ടാട്ടി പറഞ്ഞു അത്രേ, അത്തിമരം കഴിക്കുന്ന ആ കുരങ്ങന്റെ കരളിന് ഇതിനേക്കാളും മധുരമായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പാട്ടിലാക്കി കൂട്ടിവാ, നമുക്കവനെ തിന്നാലോ എന്ന്. അങ്ങനെ മുതല ചതിയിൽ അവനെ വെള്ളത്തിലെ ടാക്സിയായ തന്റെ പുറത്ത് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകവേ കുരങ്ങൻ ചതി മനസ്സിലാക്കി തന്റെ ഹൃദയം മരക്കൊമ്പിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്, അവിടേക്ക് പോകണമെന്ന് പറയുകയും പിന്നീട് രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് കഥ. നമ്മുടെ കഴിവ് കണ്ട് അസൂയപ്പെടുന്ന പലരും അവരെ നമ്മൾ എന്ത് കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടും കാര്യമില്ല. നമ്മളെ കഴിവ് നശിക്കലാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അവരെ ദൂരെ അകറ്റി നിർത്തണമെന്നാണ് ഈ കഥയിലെ ഗുണപാഠം. ഇവിടെ ഈ സീൻ റീക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഫ്ലോറിഡയിലെ ഒക്കാല നാഷണൽ ഫോറസ്റ്റിലാണ് ഈ സീൻ ഫോട്ടോഗ്രാഫർ പകർത്തിയത്. 4 ലക്ഷം ഏക്കർ വിസ്തൃതിയുള്ള ഈ കാട്ടിനകത്ത് 600ഓളം നദികളും തടാകങ്ങളുമുണ്ട്. അവിടുത്തെ 2 വാസക്കാരാണ് റക്കൂണും ചീങ്കണ്ണിയും. രണ്ടുപേർക്കും ജലം വേണം. രണ്ടുപേരും പരസ്പരം ശത്രുക്കളുമാണ്. ചീങ്കണ്ണിയുടെ മുട്ടയും കുഞ്ഞുങ്ങളും റക്കൂണുകൾ ഭക്ഷിക്കും. റക്കൂണുകളെ ചിലപ്പോൾ ചീങ്കണ്ണിയും ഭക്ഷിക്കും. മത്സ്യം, ഞണ്ട് എന്നിവ തിന്നുന്നത് കൊണ്ട് ഈ നദിക്കും തടാകത്തിനും ചുറ്റുമാണ് റക്കൂണുകൾ താമസിക്കുന്നത്. മാത്രമല്ല റക്കൂണുകൾ കരവാസിയാണ്, കരയിലാണ് കൂടുകൂട്ടുന്നത് എങ്കിലും അവയ്ക്ക് വെള്ളം ആവശ്യമാണ്. നനഞ്ഞാൽ കൂടുതൽ പ്രവർത്തിക്കുന്ന നാഡീവ്യൂഹങ്ങൾ കൈകാലുകളിൽ ഉള്ളതുകൊണ്ടാണ് അതിന്റെ ആവശ്യം. ഇര എന്താണ് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഇത് ആവശ്യവുമാണ്. ഇനി ചീങ്കണ്ണി ടാക്സിയിൽ റക്കൂണുകൾ എന്തിന് കയറി? അതിന് പല ഉത്തരങ്ങളാണ്. പ്രധാനപ്പെട്ട ഒന്ന്, പ്രതലമാണ് എന്ന് തെറ്റിദ്ധരിച്ച് മത്സ്യമോ ഞണ്ടോ പിടിക്കാൻ ചീങ്കണ്ണിയുടെ പുറത്ത് റക്കൂൺ കയറിയിരുന്നിരിക്കാം. അപ്പോ ചീങ്കണ്ണി ഒന്ന് മൂവ് ആയിട്ടുണ്ടാകാം എന്നതാണ്. ഭാവനയുള്ള ഒരാളാണ് ഈ സീൻ കാണുന്നതെങ്കിൽ പുതിയൊരു ചതിയുടെ കഥ അതിൽ നിന്നും പിറന്നേനെ.